എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓഫ്ലൈനായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ, സ്ഥിര ജോലിയാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നേരത്തെ എൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അഡ്രസ്സാണ്. അതിനുശേഷം പ്ലേസ് ഓഫ് വർക്കാണ്. പിന്നീട് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് കമാൻഡന്റിനും വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് ഡൽഹി 11010 LDC ഫയർമാൻ, വെഹിക്കിൾ മെക്കാനിക്, ഫിറ്റർ, വെൽഡർ, ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികയാണ് വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ സ്റ്റേഷൻ വർക്ക്ഷോപ്പ് EME ഡൽഹിയിലേക്ക് വാഷർമാനും കുക്കുമാണ് വേക്കൻസി. കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് ജബൽപൂരിലേക്ക് ലോ ഡിവിഷൻ ക്ലർക്ക്, ഇലക്ട്രീഷ്യൻ, ടെലികോം മെക്കാനിക്, അപ്ഹോൾസ്റ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് വെസ്റ്റ് ബംഗാളിലേക്ക് ഫയർമാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് പ്രയാഗ്രാജിലേക്ക് LDC സ്റ്റോർ കീപ്പർ, ഇലക്ട്രീഷ്യൻ, അപ്ഹോൾസ്റ്റർ, മെഷീനിസ്റ്റ്, വെൽഡർ, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, ട്രേഡ്സ്മാൻ മേറ്റ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. കമാൻഡന്റ് ആർമി വർക്ക്ഷോപ്പ് ആഗ്ര UPയിലേക്ക് LDC സ്റ്റോർ കീപ്പർ, എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്, ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ്, ടെലികോം മെക്കാനിക് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. ക്വാളിറ്റി കൺട്രോൾ UPയിലേക്ക് ടെലികോം മെക്കാനിക്ക് ഒരു വേക്കൻസിയാണ്. അടുത്ത കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് മീററ്റിലേക്ക് ടെലികോം മെക്കാനിക്ക്, മെഷീനിസ്റ്റ്, വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. അടുത്ത കമാൻഡന്റ് ആർമി മീററ്റിലേക്ക് ബേസ് വർക്ക്ഷോപ്പിലേക്ക് UPയിലേക്ക് ഇലക്ട്രീഷ്യൻ, LDC, ടെലികോം ഓപ്പറേറ്റർ, ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. കമാൻഡന്റ് പൂനെ മഹാരാഷ്ട്രയിലേക്ക് LDC ഫയർമാൻ, വെഹിക്കിൾ മെക്കാനിക്ക്. കമാൻഡന്റ് കർണാടക ബാംഗ്ലൂരിലേക്ക് LDC സ്റ്റോർ കീപ്പർ, ഫയർമാൻ, ടെലികോം മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സിന് അണ്ടർ റിസർവ്ഡിനും 28 വയസ്സിൽ OBCക്കും 30 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ +2 ITI സർട്ടിഫിക്കറ്റുമാണ്. ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ് ഗ്രേഡ് 2 +2 കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെലികോം മെക്കാനിക്കും +2 ITI ആണ്. എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ് +2 ITI ആണ്. അതല്ലെങ്കിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത വെഹിക്കിൾ മെക്കാനിക്ക് +2 ITI സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ടെലിഫോൺ ഓപ്പറേറ്റർ 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെഷീനിസ്റ്റ് ആണ്. ITI ആണ് ക്വാളിഫിക്കേഷൻ. ഫിറ്റർ ITI ആണ് ക്വാളിഫിക്കേഷൻ. ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ITI ആണ് ക്വാളിഫിക്കേഷൻ. അപ്ഹോൾസ്റ്റർ ITI ആണ് ക്വാളിഫിക്കേഷൻ. വെൽഡർ ITI ആണ് ക്വാളിഫിക്കേഷൻ. സ്റ്റോർ കീപ്പർ +2 ആണ് ക്വാളിഫിക്കേഷൻ. LDC +2 ആണ് ക്വാളിഫിക്കേഷൻ. ഫയർമാൻ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കുക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ട്രേഡ്സ്മാൻ മേറ്റ് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. വാഷർമാനും 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഈ കൊടുത്തിരിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഫോം ഇതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേ രീതിയിൽ A4 സൈസ് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഫില്ലപ്പ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഏത് കമാൻഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ലെഫ്റ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അഡ്രസ്സിലേക്ക് കറക്റ്റായി ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യുക. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്